പീസാണ്. രാമനും സീതയും ലക്ഷ്മണനുമാണ് ഇതിനകത്ത് വരുന്നത്. അതിൻ്റെ അകത്തൊരു എമറാൾഡിൻ്റെ ഒരു ലുക്ക് വരുന്നൊരു കല്ലും കൊടുത്തിട്ടുണ്ട്. 2.5. ഇത് 2.5 മേളിൽ വരുന്നുണ്ട്. കുറച്ചുകൂടി ഭംഗി. ഇത് നല്ല ഒരു വർക്ക്. ഇത് പക്ഷെ കൈ കിടക്കുമ്പോൾ ഒരു പൊലിമ അല്ലേ? ഇത് നല്ല എമൗണ്ട് ആയിരിക്കുമല്ലോ. ഇത് ഡയമണ്ട് വിത്ത് റൂബി വരും. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സൊവീന നജീൻ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സൊവീന നജീൻസ് പാരഡൈസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ഭീമ ജ്വല്ലേഴ്സിലാണ് കേട്ടോ. ഇത് ഇവരുടെ നവീകരിച്ച ഷോറൂമാണ്, പുതിയൊരു ഷോറൂമാണ്. അതായത് 7 നിലകളിലായിട്ടാണ് കേട്ടോ ഈ ഷോറൂം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചകൾ കണ്ടാലോ? ചെറിയൊരു പർച്ചേസും. വാ പോയി കാണാം. കയറി വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് മനോഹരമായ ഈ പെയിൻറ്റിംഗ് ആണ്. നമ്മളിപ്പോൾ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കേട്ടോ. അവിടെ വളം നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇതൊരു എക്സലൻറ്റ് ഷോറൂമാണ് കേട്ടോ. അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാലോ? ഞാനൊരു വള കൊടുത്തിട്ട് മാറാൻ വന്നാ കേട്ടോ. അപ്പം ഞാൻ കൊടുത്ത വെയിറ്റ് അനുസരിച്ച് എനിക്ക് 2.5 പവൻ്റെ വള എടുക്കാൻ പറ്റും. 2.5 പവനാണ്. ഒരെണ്ണം 2.5 പവൻ വരും. 2.25 എത്ര പറഞ്ഞ 2.5 എടുക്കാന്നല്ലോ ഏകദേശം. 2.5 ചിലപ്പോൾ കുറച്ച് കൂടുതൽ എടുക്കാം. നമ്മൾ എടുക്കുന്ന മോഡൽ അനുസരിച്ച് മേക്കിംഗ് ചാർജ് വ്യത്യാസം വരും. ഒരു ആവറേജ് വെച്ചുള്ള ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത്. 2.5 കേട്ടോ. പേരെന്തോ? അരുൺ. നല്ല നല്ല കളക്ഷൻസ് എല്ലാം കാണിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഈ അരുണാണ് കേട്ടോ. അല്ല ഇത് മതി. സെയിം അളവ് തന്നെ കേട്ടോ. വെയിറ്റ്
മിക്സഡ് ആയിരിക്കും. ഇത് 2.5 പവൻ അല്ലേ? 2.5 പവൻ എന്നൊക്കെ പറയുമ്പോൾ ഏതിൽ വരും ഏകദേശം? പല രീതികളുണ്ട്. ഇതിനകത്താണേലും ഇത് എത്ര വരും ഇത് ഈ കാണുന്നത്? ഇതോ ഈ 2.25 2.25 അല്ലേ? 18 എങ്ങനെയുണ്ട്? 2.25 പവൻ. ഇപ്പോൾ ഇന്ന് ഗ്രാമിന് എത്രയുണ്ട്? 11,960 ഗ്രാമിന്. ഒരു പവന് 95,680 അല്ലേ? അത്രയായി. ഇടയ്ക്ക് കുറഞ്ഞിട്ട് പിന്നെയും കൂടിയായി. ഓ ശരി. ഇതും ഏകദേശം 2.5 അടുത്താണ്. 2.5. ഇത് രണ്ടും 2.5 പവൻ. ആ ഇതൊക്കെ എത്ര വരും? ഇത് കൂടുമായിരിക്കും അല്ലേ? 3-3.5 മേളിൽ വരും. അത് ഇല്ല 2.25 അടുത്ത് വരും. 22 ഗ്രാം. ഇത് പക്ഷെ ചെറുതാന്ന് തോന്നുന്നു അല്ലേ? ഇത് ഇച്ചിരി ചെറുതാണ്. അളവ് ഓൾമോസ്റ്റ് സെയിം. അതിങ്ങനെ ഈ കർവായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് കുറച്ച് ഒതുക്കം ഫീൽ വരുന്നത്. ചേട്ടൻ പറഞ്ഞ മോഡൽ ഏതായിരുന്നു? ആ അത് മാറ്റി വെച്ചേക്കാമോ? എനിക്ക് ഇതൊന്ന് മാറ്റി വെച്ചേരെ. ആ അതും വേറെ വല്ല നോക്കിയാൽ അല്ല അത് മാറ്റി വെച്ചാൽ മതി. ഇത് വെച്ചു. ഇതാ നല്ല ഡിസൈനാണ്. ഇത് 2.5. ഇത് 2.5 പവനാട്ടോ. നല്ല ഡിസൈനാണേ. കൊള്ളാം അല്ലേ? ചെറുതാണോ മറ്റേനെക്കാട്ടി? സെയിം അളവാണോ? ഇതിനകത്ത് അളവെല്ലാം സെയിം തന്നെ. പിന്നെ ഈ കർവായിട്ട് വരുന്നതും അങ്ങനെ പരന്ന് വരുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം തോന്നും. ഉള്ളളവ് സെയിം തന്നെ. ഇത് കൊള്ളാം. ഇത് സൈഡിൽ വെച്ചു കേട്ടോ. രണ്ട് പോളിഷാണ്. ഇത് മങ്ങിയ പോലെയും വരും, മറ്റേ പോളിഷ് ആയിട്ടുള്ളതും വരും അല്ലേ? അതിനാണ് ഇച്ചിരി കൂടെ പൊലിമ നിൽക്കുന്നത്. പൊലിമ വരുന്നതിനാണ് വരുന്നത്. അതിന് കുറച്ചുകൂടി കട്ടി ഫീൽ ചെയ്യും. ഇതൊക്കെ അളവ് പറയണം. അളവ് വ്യത്യാസം. അളവ് പറയണം. ഇതിന്റെ തൊട്ട് ചെറിയ സൈസ്. ശരി. ഒരെണ്ണം 2 സംതിങ് വരും. ഒരെണ്ണം 2 സംതിങ് വരും. ചെറുതാ. ഇത് 2 സംതിങ് വരുന്നുണ്ട്. ഇത് വൈറ്റ് വരുന്നില്ല. ആ ഇത് 2 അടുത്തേ വരുന്നുള്ളൂ. 2,300 അങ്ങനെ വരും. കൊള്ളാം. എനിക്ക് അത് ഇച്ചിരി നല്ല മോഡലാണ്. അത് വേണമെന്നില്ല. ഇത് നല്ലൊരു മോഡലാണ്. നല്ലൊരു പണിത്തരമാട്ടോ വന്നിരിക്കുന്ന. പണി നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് 2.5. അത് കൊള്ളാം. 2.5 പവൻ. ഒരെണ്ണം 2.5 പവൻ. ആ നടുക്ക് കിടക്കുന്നതാ? ഇത് 2.5 അടുത്ത്. 2.5 അടുത്ത്. ഒരു 10-400 മില്ലിയുടെ വ്യത്യാസം. ഇത് കൂടുതലായിരിക്കും അല്ലേ? 2.25 വരും. ഇത് മാറ്റണ്ട കേട്ടോ. ഇത് അതല്ല ഇതിന്റെ മോഡൽ ഏകദേശം എനിക്കുണ്ട്. ഇത് നമ്മളിപ്പോ രണ്ടാമത് സെലക്ട് ചെയ്തു. ഇത് അര ഗ്രാമിന്റെ വ്യത്യാസം. 2.5 പവൻ.
മാറ്റിയതല്ലേ എടുത്തിട്ട്. നല്ല മോഡൽസ് ആട്ടോ എല്ലാം. ഇത് വരുമ്പോഴത്തേക്ക് സൈസ് പിന്നെ വലിപ്പം വരും. ഇതിന്റെ ഒത്തിരി ആവോ? ഒത്തിരി വ്യത്യാസം വരുമോ? ഇച്ചിരി വലിപ്പം ഉണ്ടോ? വലിപ്പം കൂടുതലല്ലേ? ഇത് 2.4 ആണ് സൈസ്. 4.5 എന്ന് പറയുന്നത് 2.6 ആണ് സൈസ്. ഒരു സൈസിന്റെ വലത്തെ കയ്യിലാണെങ്കിലോ ഇതിൽ കുറച്ചും കൂടി ഇത് കറക്റ്റ് ആയിരിക്കും അല്ലേ? കാരണം എപ്പോഴും നമ്മുടെ റൈറ്റിനായിരിക്കും ഇത് കൂടുതൽ. ഇതാണോ കറക്റ്റ് മറ്റേതാണോ സൈസ് വരുന്നത്? കുറച്ചും കൂടി കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ ഇതായിരിക്കും ബെറ്റർ. അങ്ങനെ ഇത്രയും വലിപ്പം ഉള്ളത് കൊണ്ട് ഈ കയ്യിലോട്ട് ഇടുമ്പോൾ ഒന്ന് പ്രസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ വലിപ്പം ഉള്ളതാകുമ്പോൾ കുറച്ചും കൂടി കയറ്റാൻ സുഖമായിരിക്കും. പക്ഷേ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. ഉള്ളിൽ ലൂസ് ആയിരിക്കും. ഒരു ഭംഗി കാണത്തില്ല കയ്യിലിട്ട് അങ്ങനെ ലൂസ് ആയി കിടന്നുണ്ട്. ഈസി ആയിട്ട് കിടന്നുണ്ട്. ഈസിന്റെ ഇത്രയും മോഡൽസാ വരുന്നത് അല്ലേ? ഈ സൈസ് വരുമ്പോ പിന്നെ ഇതിപ്പോ നമ്മൾ നേരത്തെ നോക്കി ഇതും താഴെ ഇരിക്കുന്നു. ഇങ്ങനത്തെ ടൈപ്പ് ആണ് നെറ്റ് പീസ് ആയിട്ട് നോക്കുന്നത്. 21.5 ഗ്രാം 1.5 ഗ്രാം കൂടുതൽ വരും. രണ്ട് പോകാനാണ്. 2 പവൻ. ഇത് നമ്മൾ നേരത്തെ നോക്കിയത് ഇത് പറഞ്ഞാൽ 2.5 പവൻ. ഇത് കൊള്ളാം. ഇത് മറ്റേത് നമ്മൾ നേരത്തെ നോക്കിയത് ഏതായിരുന്നു? ഇതൊന്നും മാറ്റിക്കാൻ ഇത് രണ്ടും നോക്കി ഏതാ ഭംഗി? ഭംഗിയതാ. എനിക്ക് കുറച്ചുകൂടി ഭംഗി ഇത്. നല്ല ഒരു വർക്ക്. ഇത് പക്ഷെ കൈ കിടക്കുമ്പോൾ ഒരു പൊലിമ അല്ലേ? ഇത് 2.5 അല്ലേ? ഇത് 2.5 പവനാണ്. സ്ക്രൂ ടൈപ്പാ വരുന്നത്. സ്ക്രൂ ടൈപ്പ് വേണ്ട. സ്ക്രൂ ടൈപ്പ് രണ്ടും ഇഷ്ടപ്പെട്ടു. ആകെ കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. പക്ഷേ തുണി എടുക്കാൻ കയറിയിട്ട് നമ്മളെല്ലാം വരിയെടുക്കാൻ, നമുക്ക് സ്വർണ്ണം വരിയെടുക്കാൻ പറ്റില്ലല്ലോ. ഇച്ചിരി വലുതായിരിക്കും. 2.5 പവനാണ് വരുന്നത്. ലക്ഷ്മി വരുന്ന ടൈപ്പാ. ലക്ഷ്മി ബാങ്ക്. എനിക്ക് ലക്ഷ്മി ഇതെങ്ങനെയുണ്ട് കേട്ടോ? എന്നെക്കാട്ടും നല്ല മാറ്റാം അല്ലേ? ഇതൊരെണ്ണം എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇത് കയ്യിലിട്ടിട്ട് നല്ലൊരു എടുപ്പ് തോന്നുന്നുണ്ട്. അടിപൊളി. നല്ലൊരു പൊലിമ, നല്ലൊരു കട്ടി. 2.5 പവൻ കേട്ടോ. ഇഷ്ടമായോ? ഇതൊക്കെ ഒന്ന് കാണിക്കാമോ അടുത്ത? അതോ ഇതല്ലേ എടുത്തത്? ഇതൊന്നും എടുത്ത് വെച്ചേരാ കേട്ടോ. നല്ല കാപ്പി. ഇത് 2.6 സൈസ് വരും. ഇത് 2.8 വരും സൈസ്. അത് വലിയ സൈസാണ്. ഏറ്റവും വലിയ സൈസ്. ഇതാണ് ഏറ്റവും വലിയ സൈസ്. പിന്നെ ഇതിനും വലുതുണ്ട്. അത് പക്ഷേ റെഡിയിൽ വരത്തില്ല. അത് പണിയിച്ചെടുക്കണം. നമ്മൾ അളവ് കൊടുത്തിട്ട് പണിയിക്കണം അല്ലേ? ഇത് നല്ല ഡിസൈൻ ആട്ടോ. ഇതൊക്കെ കൂടുതലുണ്ടാവും അല്ലേ? ഏകദേശം ഒരു 4.5-4.25 നല്ലൊരു ഡിസൈനാണ്. നല്ല ഭംഗിയുണ്ട്. കൂടുതലൊന്നും വേണ്ട, തുറന്നു കിട്ടാൽ മതി. ഇത് വെയിറ്റ് കുറവാണ്.
3.4 3.4 കൈ നിറഞ്ഞു കിടക്കും തുറന്ന് ഇട്ട് കഴിഞ്ഞാൽ. ഇത് കൊള്ളാം അല്ലേ, ഇച്ചിരി വീതി ഉണ്ട് നല്ല. ഇതൊക്കെ വരുമ്പോഴോ ഇതൊക്കെ കൂടുമായിരിക്കും അല്ലേ? ഇത് 2 അടുത്ത് വരുമോ? 2.5ക്ക് 1 ഗ്രാമിന്റെ അടുത്ത് കൂടുതൽ. 2.5ക്ക് മേളിൽ വരും. ഇത് 2.5. ഇത് 2.5 മേളിൽ വരുന്നുണ്ട്. നമ്മൾ ഡിസൈൻ തന്നു കഴിഞ്ഞാൽ അതുപോലെ ചെയ്തു തരുമോ? ഇവിടെ പണിഞ്ഞു തരും അല്ലേ? അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഒരു ഗോൾഡ് കൊണ്ട് തന്നു കഴിഞ്ഞാൽ ആ ഗോൾഡിൽ ചെയ്തതോ? അങ്ങനെയല്ല, പുതിയ ഗോൾഡ് ചെയ്തു തരും. ഇപ്പം ചില മോഡല് ചെയ്ത് നമ്മൾ ഫസ്റ്റ് പണിക്കാർക്ക് അയച്ചു കൊടുത്ത് അവർക്ക് എത്ര ടൈം എടുക്കും എന്നുള്ളതൊക്കെ അനുസരിച്ചാണ്. ചിലർക്ക് ഒരു 5 ദിവസത്തിനുള്ളിൽ വേണമെന്ന് പറഞ്ഞാൽ ചെയ്തു തരാൻ ചിലപ്പം കിട്ടില്ല. ഏറ്റവും കുറഞ്ഞ ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസങ്ങളിലേക്ക് പറഞ്ഞത് ചെയ്യാൻ വേണം. അപ്പം ഞാൻ ഈ ഒരു കമ്മലാണ്, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് കമ്മലാണ്. ഇമിറ്റേഷനാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു കമ്മൽ ചെയ്തു തരാൻ പറഞ്ഞു എന്തോന്നാ ചെയ്തു തരും അല്ലേ? നമ്മൾ അതിൻ്റെ പിക്ചർ എടുത്ത് പണിക്കാർക്ക് അയച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ 3-4 പണിക്കാരുണ്ടായിരുന്നു ഈ സെയിം മോഡൽ തന്നെ ചെയ്യുന്നത്. അതിൽ ബെറ്റർ ആയിട്ട് നമുക്ക് സെയിം പിക്ചർ കിട്ടുന്ന പണിക്കാർക്ക് നോക്കി അതിൻ്റെ വേറൊരു കമ്മൽ കൊണ്ട് തന്നാൽ എനിക്ക് ഇത് ഇതിലാക്കി തരും. അപ്പം ഇതിന്റെ ഒരു പീസ് നമുക്ക് തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ടാണ് പണിക്കാർക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് സെയിം അതേപോലെ തന്നെ ഇത് ചെയ്തു തരും. പിന്നെ ഞാൻ വരുന്നതായിരിക്കും ഈ കമ്മലുമായിട്ട്. പിന്നെ ടൈം പീരീഡ് ആണ് ചില വർക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ആന്റിക്ക് അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ 25 days to 30 days എടുക്കും. കാരണം ആ ഒരു വർക്ക് അങ്ങനെയാണ്. കാരണം ഹാൻഡ് മെയ്ഡ് ആയിരിക്കും കൂടുതലും. മിഷൻ മെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 15 ദിവസമൊക്കെ കൊണ്ട് ചെയ്തെടുക്കും. ഹാൻഡ് മെയ്ഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം. നല്ല കളക്ഷൻ ആട്ടോ. ഭീമയുടെ പുതിയ ഷോറൂം അല്ല, ഇവർ റെനോവേറ്റ് ചെയ്താണ് കേട്ടോ, നവീകരിച്ച ഷോറൂമാണിത്. നല്ല ഒരു അടിപൊളി ഷോറൂമാണ്. ഞാനിവിടെ മുമ്പ് വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇത് ഡയമണ്ട് സെക്ഷൻ അല്ലേ? ഡയമണ്ട് സെക്ഷൻ ആട്ടോ. ഇതൊക്കെ വരുമ്പോ എത്രയൊക്കെ വരും? ലാക്ക് ഒക്കെ പോവോ? ഇതില് ഫുൾ ഡയമണ്ട് ആണോ വരുന്നത്? അതാ ഏതെങ്കിലും 1-2 പീസ് മാത്രം വന്നിട്ട്? ഫുൾ ഡയമണ്ട്സാ? ഈ ഒരു മാല നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മൊത്തം ഏകദേശം ഒരു 4.25 ക്യാരറ്റിന്റെ അടുത്ത് മൊത്തം ഡയമണ്ട് വരും. ഗോൾഡ് നമ്മളിത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും 95% ഡയമണ്ടിന്റെ റീസെയിൽ വാല്യൂ കിട്ടും. ഗോൾഡ് ഇപ്പൊ ഇത് എത്ര ക്യാരറ്റ് ഉണ്ടാവും? 18 ക്യാരറ്റിലേ വരുള്ളൂ. ഇതിപ്പോ മാഡം ഒരു 2 വർഷത്തിനപ്പുറമാണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഗോൾഡിന് 18 ക്യാരറ്റിന്റെ റേറ്റ് മാർക്കറ്റ് റേറ്റ് എന്താണോ ആ റേറ്റ് മാഡത്തിന് എക്സ്ചേഞ്ചിന് കിട്ടും. ഡയമണ്ടിന് 95% റീസെയിൽ വാല്യൂ 95% കിട്ടും. റഫ് എമൗണ്ട് ഞാൻ പറയാം. ഇതിപ്പോ മൊത്തം ഏകദേശം 1 ക്യാരറ്റിന്റെ അടുത്ത് ഡയമണ്ട് വരുന്നുണ്ട്. 2.25 പവനാണ് ഗോൾഡ് വരുന്നത്. ഇത് മൊത്തം 3,25,250 അടുത്ത് ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് വരും. അപ്പൊ ഈ ഡയമണ്ടിന്റെ നമ്മളിപ്പോ ഗോൾഡിന്റെ റേറ്റ് വരത്തില്ല, ഓരോ ദിവസം ഇങ്ങനെ ഗ്രാമിന് മാറി വരും. അതുപോലെ ഡയമണ്ടിന് ഇങ്ങനെ മാറി വരും? ഡയമണ്ടിന് അങ്ങനെ മാറില്ല. ഡയമണ്ട് ഇത്ര വർഷം കൂടുമ്പോഴേ ചേഞ്ച് ആകത്തുള്ളൂ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു 2 വർഷത്തിനുള്ളിൽ മുമ്പാണ് ജസ്റ്റ് ഒന്ന് ഡയമണ്ട്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇത് പെർ ഗ്രാം നമ്മൾ പറയും. ഇത് ഡയമണ്ടിന്റെ എന്ന് പറയുമ്പോൾ സെന്റ് കണക്കാണ്. അതിപ്പോ സിംഗിൾ സ്റ്റോൺ ആണ് മാഡം. ഇപ്പൊ 1 ക്യാരറ്റ് സിംഗിൾ സ്റ്റോൺ ആണ് മേടിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് റേറ്റ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു 9 lakh അല്ലെങ്കിൽ ഒരു 10 lakh. പക്ഷെ ചെറിയ സ്റ്റോൺസ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോണിന് ഏകദേശം ഒരു 850 രൂപ. അതായത് 1 സെന്റ് എന്ന് പറയുമ്പോൾ 850 രൂപ 1000 രൂപയിലെ ഒരു സ്റ്റോണിന്റെ വാല്യൂ കിട്ടും. ഈ മൂക്കുട്ടിയൊക്കെ വരുന്നില്ല, അതൊക്കെ സെന്റ് കണക്കാണ്. അതിന്റെ ഒരു സ്റ്റോണിന് ഒരു 1000 രൂപ അല്ലെങ്കിൽ 1500 രൂപ ആ ഒരു റേഞ്ചാണ് സ്റ്റോൺ വാല്യൂ വരുന്നത്. ഇതിന്റെ മൊത്തത്തിൽ സ്റ്റോൺ വാല്യൂ വരുന്നത് 81,000 രൂപ മൊത്തം സ്റ്റോണിന്റെ മാത്രം ഡയമണ്ട് കോസ്റ്റ് മാത്രം വരും. അങ്ങനെ നമ്മൾ എടുക്കുന്ന വർക്ക് അനുസരിച്ച് അതിന്റെ സ്റ്റോൺസിന്റെ ഇതനുസരിച്ച് റേറ്റിൽ ഡിഫറൻസ് വരും.
ആ മൊത്തം എടുക്കണ്ട കേട്ടോ. ഇത് ഡയമണ്ട് വിത്ത് എമറാൾഡ് വരുന്ന പാറ്റേൺ. ഓ അപ്പോൾ നല്ല എമൗണ്ട് ആയിരിക്കുമല്ലോ. ഇത് ഡയമണ്ട് വിത്ത് റൂബി വരും. ഈ ഒരു ഗ്രേ കളർ വരുന്നതോ? ഈ ഗ്രേ കളർ അത് ഡയമണ്ട് ആണ്. അത് റോസ് ഗോൾഡ്, അതായത് 18 കാരറ്റിന്റെ റോസ് ഗോൾഡിൽ വരുന്നല്ലേ. അതിൽ സ്റ്റോൺസ് ഹൈലൈറ്റഡ് അല്ല, ഗോൾഡ് കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് വരും. ഇത് നവരത്ന പാറ്റേൺ ആണ്. ഇതൊക്കെ റേഞ്ച് വരുമ്പോ നല്ല റേഞ്ച് പോവോ? ഇല്ല തുറക്കണ്ട, ജസ്റ്റ് പറഞ്ഞാൽ മതി. ഏകദേശം റഫ് എമൗണ്ട് വരുമ്പോഴത്തേക്ക് ഇതൊരു 7 ലാഖിന്റെ അടുത്ത് 7 ലാഖ് വരും. പക്ഷെ ഇന്നത്തെ റേറ്റ് വരുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഗോൾഡ് റേറ്റ് വരുമ്പോൾ വ്യത്യാസം വരും. ഇത് നമ്മളിപ്പോ ജസ്റ്റ് ഒരു റഫ് എമൗണ്ട് ഇട്ടിരിക്കുവാണല്ലേ. എമറാൾഡ് കൊള്ളാം അല്ലേ, എല്ലാം കൊള്ളാം. ബാംഗിൾസ് വരെ. സിമ്പിൾ ആയിട്ടുള്ള നെക്ലേസ്. മാലയാണ്. അതും ഡയമണ്ട് സെക്ഷൻ തന്നെയാണോ? അല്ല, ഗോൾഡ് ആണ്. നോർമൽ സ്റ്റോൺസ് വരുന്നത്. ഇത് 18 കാരറ്റ് വിത്ത് ഡയമണ്ട്സ്. ലൈറ്റ് വെയിറ്റ് പാറ്റേൺ കൂടുതലും വരുന്നത് 18 കാരറ്റ്. ഇത് കമ്മലാണോ? ഇതൊക്കെ സ്റ്റഡ് ആണ്, ഹാങ്ങിങ് ആയിട്ടുള്ള ഡ്രോപ്സ് വരുന്ന ടൈപ്പ്. ഇപ്പൊ നമ്മൾ അവിടെ കണ്ട ഒരു നെക്ലേസിന്റെ പോലത്തെ ഒരു പാറ്റേൺ. റൂബിയുടെ അല്ലേ? റൂബിയുടെ അല്ലേ? ഇതും റൂബി തന്നെയാണ്. ഇത് റൂബിയാണ്. ഇത് മറ്റേ നവരത്നാണ് നമ്മൾ കണ്ടില്ല, അതിന്റെ. ഇതെല്ലാം നേരത്തെ പറഞ്ഞതല്ലേ? സെക്കൻഡ് സെറ്റ് ഒക്കെ വരും. സ്റ്റാർട്ടിങ് ഒരു 4000 വരും. 4000 സിംഗിൾ സ്റ്റോൺ ബേസ് വരുമ്പോൾ. ഇതൊക്കെ നോസ്പിൻ തന്നെയാണോ? നോസ്പിൻ ആണ്. പിന്നെ സെക്കൻഡ് സെറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കമ്മലായിട്ടും യൂസ് ചെയ്യാലോ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും.
ഇത് മറ്റേ നമ്മൾ എമറാൾഡ് കണ്ട പോലത്തെ, പക്ഷെ അത് എമറാൾഡ് അല്ല, നോർമലാണ്. സെറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വരും. ഇത് നമ്മൾ എമറാൾഡിന്റെ നേരത്തെ ഡയമണ്ട് കണ്ടായിരുന്നല്ലോ, അതിന്റെ സിമ്പിൾ സ്റ്റോൺ വരുന്നതാണിത്. ഏകദേശം 4.5 പൗണ്ട് എടുത്ത് ടോട്ടൽ ഗോൾഡ് വരുന്നുണ്ട്. ഇത് 18 ക്യാരറ്റ് അല്ലേ? 18 ക്യാരറ്റ് ആ സെക്ഷനാണ് കേട്ടോ ഇത്. 18 ക്യാരറ്റ് വിത്ത് നോർമൽ സ്റ്റോൺ വരുന്നതാണിത്. ചെയിനും പെൻഡന്റും കൂടി സെറ്റ് ആയിട്ട്. ഇത് പെൻഡന്റും കമ്മലും ആണോ? ഇത് പെൻഡന്റും കമ്മലും. ഇത് ചെയിൻ അറ്റാച്ച്ഡ് പെൻഡന്റ് സെറ്റ് ആയിട്ട് വരും. ഇതൊക്കെ റോസ് ഗോൾഡ് വരുന്നതാണോ? 18 ക്യാരറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഷെയ്ഡാണ്. പിന്നെ അല്ല, അത് യെല്ലോ പോളിഷ് ചെയ്യുന്നതാണ് കളർ ഡിഫറൻസ് തോന്നുന്നത്. അപ്പം അതൊക്കെ വരുന്നത് എന്തുവാ? നേരെ കാണുന്നത് മാല അല്ല, ഈ സെയിം ഫ്ലോറിൽ അവിടെ കാണുന്നത് ലൈറ്റ് വെയിറ്റ് ചെയിൻസ് വരുന്നത് ഒരു 1.5 ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരും. ഇത് ഫസ്റ്റ് ഫ്ലോർ ആട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ഡയമണ്ട് സെക്ഷൻ വരുന്നുണ്ട്, പിന്നെ 18 ക്യാരറ്റിൽ നോർമൽ സ്റ്റോൺ വരുന്നുണ്ട്, ബാംഗിൾസ്, പിന്നെ കുട്ടികളുടെ ചെയിൻ, അരഞ്ഞാണം, ബാംഗിൾസ് വരുന്നുണ്ടോ? കുട്ടികളുടെ ബാംഗിൾസ് അതൊക്കെ വരുന്നത് ഈ ഫസ്റ്റ് ഫ്ലോറിലാണ്. അതൊക്കെ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഇത് കുട്ടികളുടെ സെക്ഷൻ വരുന്നതാണ്. കുട്ടികളുടെ മാല, അരഞ്ഞാണം, പിന്നെ വള, കുട്ടികളുടെ വളയൊക്കെ വരുന്നത്, പാദസരം, അങ്ങനെ. ഇത് നമ്മുടെ വളയുടെ അകത്ത് വെക്കുന്ന കേട്ടോ, അതായത് വള ബെൻഡ് ചെയ്യാതിരിക്കാനായിട്ട്. ഇത് ബാങ്കിൻ്റെ അകത്ത് ഇത് വെച്ച് തരുമോ? അത് ഇടാൻ പറ്റില്ല. അപ്പം നമ്മൾ എടുത്ത പോലെ ഇടാൻ പറ്റില്ല അല്ലേ? ഓ ഇതിന്റെ ആ ശരി, ഇങ്ങനത്തെ ബാങ്കിലെ അത് ഇടാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കിടക്കില്ല. അതുപോലെ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് കറക്റ്റ് ഷേപ്പ് നമ്മൾ കയ്യിലോട്ട് ഇടുമ്പോൾ അത് ഊരി വരും. ഞങ്ങൾ ചെന്നൈയിലാണേ, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ വള വാങ്ങിച്ചപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഇട്ട് തന്നായിരുന്നു. അതാണ് ചോദിച്ചത്. ഇടുമ്പോഴത്തേക്കും ഒരെണ്ണം കിടക്കത്തില്ല, ഒരു 4-5 ഇട്ടാലേ കിടക്കത്തുള്ളൂ. അത് പിന്നെ നമ്മൾ ഇടുമ്പോൾ പല ആംഗിൾ ആയിട്ട് കിടക്കണം. ഇടുമ്പോൾ സ്കിന്നിലോട്ട് കുറയാനുള്ള ചാൻസ്. ഇത് സ്റ്റോൺസ് ഉള്ളത് ആന്റിക്ക് അങ്ങനത്തെ ബാങ്കിൾസ് വരും. ഇത് നമ്മൾ നോർമൽ റെഗുലർ യൂസ് ആയിട്ടുള്ള ബാങ്കിൾസ്. ഇത് ദശാവതാരമാണോ താഴെ ഇരിക്കുന്നത്, അതോ ലക്ഷ്മി വളയോ? ആ ദശാവതാരം, ഇത് ലക്ഷ്മി, അഷ്ടലക്ഷ്മി അല്ലേ? എനിക്കുണ്ട് ഇവിടുന്ന് ഒരു ദശാവതാരം. ഇത് പിന്നെ നമ്മുടെ ട്രഡീഷണൽ പാലക്ക. ഇത് നാഗവടം, ഇത് നാഗവടം, ഇത് മാങ്ങ, ഇത് പാലക്ക. ശരി, പാലക്ക നാഗവടം ഭംഗിയുണ്ട്. ഇതൊക്കെ എത്ര വരും? ഇത് ആണിയാണോ? അത് സ്ക്രൂ ടൈപ്പ് ആണ്. ഏകദേശം ഒരു 4 പവൻ വരും. പ്ലസ് ഈ കല്ലിന്റെ വെയിറ്റ് കുറച്ച്. ഞാൻ പറയുന്ന വെയിറ്റ് ഗോൾഡ് മാത്രമുള്ള വെയിറ്റ്. ആ ശരി. അപ്പോൾ കല്ലിന്റെ വെയിറ്റിന്റെ വേറെ നമ്മൾ തരണോ? ഇല്ല, സ്റ്റോണിന് ചെറിയ ചാർജ് വരുള്ളൂ. ഇത് രണ്ടെണ്ണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇത് നോക്കുവാണെന്നുണ്ടെങ്കിൽ മൊത്തം ഇത് 5.5 പവൻ എടുത്തുണ്ട്. 41.5 ഗ്രാം ഉണ്ട്. അതിൽ 10 ഗ്രാം 740 മില്ലി സ്റ്റോൺ വെയിറ്റ് വരുന്നത്. 31 ഗ്രാം ആണ് മൊത്തത്തിൽ ഗോൾഡ് വരുന്നത്. നമ്മളിപ്പോൾ പറയുമ്പോൾ ഈ വെയിറ്റാണ് പറയുന്നത്, നെറ്റ് വെയിറ്റാണ് പറയുന്നത്, ഗ്രോസ് വെയിറ്റ് അല്ല. അല്ല.
ഇതാണേലും ഏകദേശം 29.3 വരുന്നുള്ളൂ. ഇതിൽ 9.5 ഗ്രാമാണ് സ്റ്റോൺ വെയിറ്റ് വരുന്നത്. ടോട്ടൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ 4.25 വരുന്നു. സ്റ്റോണിന് സെപ്പറേറ്റ് ചാർജ് വരുന്നുള്ളൂ. അതിൽ റീസെൽ വാല്യൂ വരുന്ന ഡയമണ്ട് സ്റ്റോണിന് മാത്രമേ റീസെൽ വാല്യൂ വരുള്ളൂ. വേറെ ഏത് സ്റ്റോൺ ആണെങ്കിലും റീസെൽ വാല്യൂ വരത്തില്ല. താഴെ ഇരിക്കുന്ന 6 ഗ്രാമാണ് സ്റ്റാർട്ടിങ് 6 ഗ്രാം. ഇതൊക്കെ ആന്റിക്ക് പോലെ വരുന്ന അല്ലേ താഴത്തത്? ഇത് 2 പോളിഷ് ഉണ്ട്. ചെട്ടിനാട് വരുന്നുണ്ട്, പിന്നെ നോർമൽ ആന്റിക്കും വരുന്നു. ഇതൊക്കെ ചെട്ടിനാടാണോ? ഇത് ആന്റിക്കാണ്. ആന്റിക്കാണ് വരുന്നത് ചെട്ടിനാട്. ഇതാണ് ചെട്ടിനാട് വരുന്നത് അല്ലേ? ഇതൊക്കെ ആന്റിക്കാണ് അല്ലേ? അതൊക്കെ ആന്റിക്ക്. ബ്ലാക്ക് പോളിഷ് വരുന്ന ആന്റിക്ക്. ചെട്ടിനാട് വരും. ഇതൊക്കെ എത്ര അപ്പൊ വരും പവൻ? സ്റ്റാർട്ടിങ് ആന്റിക്ക് നമ്മൾ എടുക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? മേക്കിംഗ് ചാർജ് ആന്റിക്ക് കൂടുതലായിരിക്കും. നോർമലിനെ അപേക്ഷിച്ച് ചെട്ടിനാട് വരുമ്പോഴോ? ആന്റിക്കും ചെട്ടിനാട് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. കാരണം അതിൽ കളർ ചേഞ്ച് മാത്രമേ കൂടുതൽ വരുള്ളൂ. ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ സെയിം തന്നെ. ഒരു റൂബിയുടെ ഒരു എടുക്കും അല്ലേ? ഇപ്പം ഇതേപോലെ തന്നെ കൊൽക്കത്ത പാറ്റേൺ ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട്. യെല്ലോ പോളിഷ് ആണ്. ഇത് രാമൻ സീത ലക്ഷ്മൺ ആ ഒരു പാറ്റേൺ ആണ്. ബ്ലാക്ക് ആന്റിക് പീസാണ്. രാമനും സീതയും ലക്ഷ്മണനുമാണ് ഇതിനകത്ത് വരുന്നത്. അതിൻ്റെ അകത്തൊരു എമറാൾഡിൻ്റെ ഒരു ലുക്ക് വരുന്നൊരു കല്ലും കൊടുത്തിട്ടുണ്ട്. ഇത് ആന്റിക്ക്. ആന്റിക്കിലും അതേപോലെ തന്നെ ഈ ചെട്ടിനാടിലും മോസ്റ്റ്ലി വരുന്നത് റെഡ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ സ്റ്റോൺ അങ്ങനത്തെ പാറ്റേൺ. എന്നാലും അതിന് എടുപ്പ് വരുള്ളൂ. അപ്പോൾ നമ്മൾ ആലപ്പുഴ ഭീമയിലെ ഒരു ഫ്ലോറിലെ കാഴ്ചകളാട്ടോ ഈ കണ്ടതാണ്. ഈ ഫ്ലോറിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലൊരു ലൈക്ക്, ഒരു കമൻറ്റ്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഇനിയും കാഴ്ചകൾ കാണാനുണ്ട്. ഓരോരോ ഫ്ലോറുകളായിട്ട് നമ്മൾ കാണുന്നതാണ്. അത് അടുത്ത എപ്പിസോഡിൽ കാണുമല്ലോ. ദിസ് ഈസ് സോവനാന ജിൻ സൈനിങ് ഓഫ്. ബൈ.